നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയിൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പങ്കെടുക്കും. നാളെ തൃശൂരിൽ യാത്രയുടെ സ്വീകരണ പരിപാടിയിൽ EP ജയരാജൻ പ്രസംഗിക്കും. പ്രതിരോധ യാത്ര 13 ദിവസം പിന്നിട്ടിട്ടും ജയരാജൻ പങ്കെടുക്കാത്തത് വിവാദമായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളോടുള്ള അതൃപ്തി കാരണമാണ് EP ജയരാജൻ ഇതുവരെ ജാഥയിൽ പങ്കെടുക്കാതിരുന്നത്. തനിക്കെതിരെ പാർട്ടിയിൽ ഗൂഢാലോചന നടക്കുന്നുവെന്ന ജയരാജന്റെ പരാതിയിലും ഇതുവരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് തൃശൂരിലേക്ക് പോകാൻ EP ജയരാജൻ തീരുമാനിച്ചത്. തന്നെ ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് EP ജയരാജൻ ആരോപിച്ചത് ന്യൂസ് 18 അഭിമുഖത്തിലാണ്. വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന നടന്നു. പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് വ്യക്തമായി അറിയാം. പ്രഭവ കേന്ദ്രം തലസ്ഥാനമാണ്, എന്നാൽ കണ്ണൂരുമായി ബന്ധമുണ്ട്. നടന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്നും ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ EP ജയരാജൻ പറഞ്ഞു. അങ്ങ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. അത് തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടത്തുന്നതെന്ന്. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? എന്താണ് അവരുടെ ഉദ്ദേശ്യം? അത് എന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായി തകർക്കുക, ഡാമേജ് ചെയ്യുക. അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രഭവ കേന്ദ്രം തലസ്ഥാനത്ത് തന്നെയാണോ? തലസ്ഥാനത്തൊക്കെ ഉണ്ടാവും, കണ്ണൂരുമായി ബന്ധമൊക്കെ ഉണ്ടാവും പലപ്പോഴും. P ജയരാജൻ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് EP ജയരാജൻ. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് P ജയരാജൻ സംസ്ഥാന സമിതിയിലും വ്യക്തത വരുത്തിയെന്ന് EP ജയരാജൻ പറഞ്ഞു. EP ജയരാജനും P ജയരാജനും ഏറ്റുമുട്ടി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഏറ്റുമുട്ടലിൽ എത്ര പേർക്ക് പരുക്ക് എന്നുള്ള മറ്റിൽ പരിഹസിച്ചവരും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ജയരാജൻ എനിക്കെതിരായിട്ട് ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ല. ജയരാജൻ ഉന്നയിച്ചൊരു കാര്യം, ഞാൻ ഇത്തരത്തിലൊരു ആയുർവേദ സ്ഥാപനം കണ്ണൂരിൽ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്നു. അതൊരു കമ്പനിയാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ സഹായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെ കമ്പനിയായ സഹായിക്കാൻ പറ്റുമോ? അതാ ജയരാജൻ ഉന്നയിച്ച പ്രശ്നം. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയിലും പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് EP ജയരാജൻ വ്യക്തമാക്കി. തങ്ങളുടെ കാലം കഴിഞ്ഞു, പുതിയ തലമുറ വരട്ടെ. EMSന്റെ മാതൃകയാണ് താൻ പിന്തുടരുന്നതെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കും. EP ജയരാജൻ മട്ടന്നൂരിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തും, മന്ത്രിയാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരിക്കലും മുൻകൂട്ടി സ്ഥാനാർത്ഥികൾ ആരെയും പ്രഖ്യാപിക്കാറില്ല. അതിൻ്റെ സമയത്ത് ആലോചിക്കും, കാര്യങ്ങൾ നിശ്ചയിക്കും. പിന്നെ എന്നോട് വ്യക്തിപരമായി ചോദിക്കുന്നയാൾക്ക് ഇനി കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് പ്രായം കഴിഞ്ഞു, ഞങ്ങളൊക്കെ പലതും ആയിക്കഴിഞ്ഞു. ഇനി പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ. അവർക്ക് നിങ്ങളെക്കാളും ഊർജം ഉള്ളവരാണ്. അവർ ആർജവത്തോടുകൂടി അവർക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിക്ക് വിദേശ സഹായം വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലെന്ന് അനിൽ അക്കരെ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്ലിഫ് ഹൗസിൽ യോഗം ചേർന്നതിന്റെ റിപ്പോർട്ട് അനിൽ അക്കരെ പുറത്തുവിട്ടു. കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചു. ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് തദ്ദേശ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് അനിൽ അക്കരെ പുറത്തുവിട്ടു. UAE റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറി, കോൺസുൽ ജനറൽ, 2 പ്രതിനിധികൾ, വ്യവസായി MA യൂസഫ് അലി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തുവെന്ന് കത്തിൽ പറയുന്നു. യൂണിറ്റ് ആക്ടിനെ ചുമതലപ്പെടുത്താനെടുത്ത തീരുമാനത്തിന്റെ യോഗം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഈ കെട്ടിടം പണിയാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. ആര് പണിയാൻ? റെഡ് ക്രോസ് അല്ല, കേരള സർക്കാരല്ല, ലൈഫ് മിഷൻ അല്ല. മറിച്ച് പണിയാൻ തീരുമാനമെടുത്തത് UAE കോൺസുലേറ്റ് ആണ്. UAE കോൺസുലേറ്റ് എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി കേരളത്തിലെ ഒരു കരാറുകാരനുമായി അഗ്രിമെന്റ് വെച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജില്ലാ കളക്ടറുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി, റവന്യൂ ഭൂമി നഗരസഭയ്ക്ക് കൈമാറി കൊടുത്ത സ്ഥലത്താണ് ഒരു വിദേശ ഏജൻസി നേരിട്ട് പണിയുന്നത്.
അത് പൂർണ്ണമായും FCRAയുടെ ലംഘനമാണ്. മുഖ്യമന്ത്രിക്കെതിരായ അനിൽ അക്കരയുടെ ആരോപണത്തെ ഗൗരവമായി കാണുന്നില്ലെന്ന് MV ഗോവിന്ദൻ. ഇത് പറഞ്ഞ സഭയിൽ നിന്ന് തന്നെ പുറത്തായ ആളാണ് അനിൽ അക്കരെ. MV ഗോവിന്ദൻ അങ്ങനെ പരിഹസിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിലെ വിദേശ സംഭാവന നിയമലംഘനം മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നുവെന്നാണ് അനിൽ അക്കരയുടെ ആരോപണം. ആദ്യമായിട്ട് അത് വളരെ പറഞ്ഞു ഇപ്പൊ അസംബ്ലിയിൽ തന്നെ പോയല്ലോ, ഇത് പുറത്തേക്ക് പത്രസമ്മേളനം ഒരു ഗൗരവത്തിലും കാണുന്നില്ല, അത്രന്നല്ല ഒരു ഗൗരവത്തിലും കാണുന്നില്ല. ലൈഫ് മിഷനുമായിട്ട് ഇനി യാതൊരു ബന്ധമില്ല. ലൈഫ് മിഷന്റെ ഒരു ഫ്ലാറ്റ് നിർമ്മാണത്തിൽ ഗവൺമെന്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രൈവറ്റ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പ്രശ്നം വന്നത് അനിൽ അക്കരേന്റെ പ്രദേശത്തുണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ ലൈഫ് മിഷൻ അതൊന്നും ബാധകമല്ല. ലൈഫ് മിഷൻ പ്രവർത്തനം നടക്കുകയാണ്. ഇപ്പോൾ 3,42,000 ആളുകൾക്ക് ഭൂമിയില്ലാത്ത ആളുകളുണ്ട്. ആർക്ക് വീട് വേണം, അവർക്ക് വീട് വേണം, പക്ഷെ ഭൂമിയില്ല. അങ്ങനെയുള്ള 3,42,000 ആളുണ്ട്. അവർക്ക് ഭൂമി കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അത് ഈ പറയുന്ന അഴിമതി പറഞ്ഞിടുന്ന ഒരു കാര്യമില്ല. 10,500 ഏക്കർ ഭൂമി വേണം. 77 താലൂക്ക് ലാൻഡ് സഭകളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഭൂമി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് വീടും കൊടുക്കും. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന മാത്യു കുഴൽനാടൻ ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് സഭയിൽ പറഞ്ഞത്. പ്രസംഗത്തിന്റെ അച്ചടിച്ച കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും 1 ഇഞ്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരു വാക്കോ വരിയോ വള്ളിയോ പുള്ളിയോ പിൻവലിക്കുന്ന പ്രശ്നമില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് എന്ന് എനിക്കറിയാനുള്ള അവകാശമുണ്ട്. നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ അവകാശവും ഞാൻ ഉപയോഗപ്പെടുത്തും. പ്രസംഗത്തിൻ്റെ അച്ചടിച്ച രൂപം കിട്ടിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം. സഭയിൽ പറഞ്ഞ ഓരോ വാക്കും കുത്തും കോമയും വിടാതെ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ പറഞ്ഞ വാക്കുകളെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അത് നിയമപരമായിട്ടും നിയമത്തിൻ്റെ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്ന് അതിനുള്ള പരിശ്രമം നടത്തും. ശ്ലീല വീഡിയോ വിവാദങ്ങൾക്ക് പിന്നാലെ ആലപ്പുഴ CPM-ൽ ആഭിചാര വിവാദവും. ജില്ലാ പഞ്ചായത്ത് അംഗവും CPM കായംകുളം ഏരിയ സെന്റർ അംഗവുമായ യുവ നേതാവിനെതിരെയാണ് ആഭിചാര ആരോപണം. മറ്റൊരു യുവതിയുമായി ബന്ധം പുലർത്തുന്ന ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി ആഭിചാര കർമ്മങ്ങൾ നടത്തിയെന്ന DYFI മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവായ യുവതിയുടെ പിതാവ് പരാതിയുമായി പാർട്ടിയെ സമീപിച്ചു. 1.5 വർഷമായി യുവനേതാവ് മകളെ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന് കാട്ടിയാണ് പിതാവും CPM എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പരാതിക്കാരൻ പാർട്ടിയെ സമീപിച്ചത്. കറ്റാനത്തുള്ള യുവതിയുമായി ബന്ധം തുടരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അംഗം ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മറച്ചുവെച്ച് അനാശാസ്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും പരാതിയിലുണ്ട്. പലതവണ മർദ്ദനമടക്കമേറ്റ യുവതി CPM നേതാക്കളായ സജി ചെറിയാൻ, കടകംപള്ളി സുരേന്ദ്രൻ, R നാസർ എന്നിവരെ പരാതിയുമായി സമീപിച്ചിരുന്നു. നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് കറ്റാനത്തെ യുവതിക്കൊപ്പം ഭാര്യയെ ഒഴിവാക്കാൻ ആഭിചാര കർമ്മങ്ങൾക്ക് പോയത്. കറ്റാനത്തെ സൂപ്പർമാർക്കറ്റ് ഉടമയായ യുവതി പലതവണ മകളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 25-ന് ഭർത്താവ് തേപ്പുപെട്ടി ഉപയോഗിച്ച് ഭാര്യയെ വീണ്ടും ആക്രമിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് നിന്നുള്ള മുൻ DYFI ഭാരവാഹി ഇടപെട്ട് നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി. വിഷയം പാർട്ടി തലത്തിൽ പരിഹരിക്കണമെന്നും പോലീസിന് മൊഴി നൽകരുതെന്നും CPM കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രിയോടെ CPM കായംകുളം ഏരിയ സെന്റർ അംഗങ്ങൾ പരാതിക്കാരിയെയും അച്ഛനെയും പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി പരാതി കൈപ്പടയിൽ എഴുതി വാങ്ങിയിരുന്നു. മുൻ SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ ഇവർ DYFI മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഹരിപ്പാട് SFI ഭാരവാഹിയായ പെൺകുട്ടിയെ DYFI നേതാവ് തെരുവിലിട്ട് മർദ്ദിച്ചതിന് പിന്നാലെയാണ് ആലപ്പുഴ CPM-ൽ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തിൽ ഹർജിക്കാരായ അജി കൃഷ്ണനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. ഹർജിക്കാരൻ പല വിവരങ്ങളും മറച്ചുവെച്ചുവെന്നും കേസിൽ പ്രതിയായ സ്വപ്നയ്ക്ക് ജോലി നൽകിയത് ഹർജിക്കാരനാണെന്നും AG വാദിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് തടസ്സവാദങ്ങൾ രേഖാമൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് MK രാഘവൻ MP. കോൺഗ്രസുകാർ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നേതൃത്വമാണ് തെറ്റുകൾ തിരുത്തേണ്ടതെന്നും MK രാഘവൻ പറഞ്ഞു. പാർട്ടിയുടെ ഗുണപരമായ മാറ്റത്തിലൂടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായ ശ്രമം നമ്മൾ ആരംഭിക്കുന്നില്ലെങ്കിൽ പരാജയ പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 3 സ്റ്റേറ്റുകളിൽ.
നമ്മുടെ സ്ഥിതി എല്ലാവർക്കും എന്താണെന്ന് അറിയാം. ആരാണ് ഉത്തരവാദി? അണികളാണോ? പ്രവർത്തകരല്ല. നേതൃത്വമാണ് പഠിക്കേണ്ടത്. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? എം കെ രാഘവന്റെ വിവാദ പ്രസംഗത്തിൽ KPCC പ്രസിഡന്റ് വിശദീകരണം തേടി. കോഴിക്കോട് DCC പ്രസിഡന്റിനോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. പി ശങ്കരൻ അനുസ്മരണ യോഗത്തിലായിരുന്നു ഈ വിവാദ പ്രസംഗം. സംസ്ഥാനത്ത് ചൂട് കൂടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും താപനില ഉയർന്നു തന്നെ നിൽക്കും. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം തുടർച്ചയായി ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പകൽ സമയത്ത് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ക്വാറികളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന് തിരിച്ചടി. ക്വാറികളുടെ ബ്ലാസ്റ്റിംഗ് ദൂരപരിധി 150 മീറ്റർ ആക്കണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. ജനവാസ മേഖലയിൽ നിന്ന് 150 മീറ്ററിൽ കുറയരുത് എന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. സംസ്ഥാന സർക്കാർ ദൂരപരിധി 50 മീറ്ററാക്കി ചുരുക്കിയിരുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശാനുസരണമാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. വിദഗ്ധ സമിതി റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. സംസ്ഥാനത്ത് ഹീമോഫീലിയ രോഗികൾക്കുള്ള മരുന്ന് വിതരണ സംവിധാനത്തിലെ മാറ്റം കുട്ടികളടക്കമുള്ള രോഗബാധിതർക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഏത് സമയവും രക്തസ്രാവ ഭീഷണിയുള്ളതിനാൽ വീട്ടിലേക്ക് മരുന്ന് കൊടുത്തുവിടാനാവില്ല എന്ന് ആരോഗ്യവകുപ്പ് തീരുമാനം രോഗികളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നു. ഇത് ഏലൂർ സ്വദേശിയായ 9 വയസ്സുകാരൻ മാധവ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുവെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസമാണ് ക്ലാസ്സിൽ പോകാൻ കഴിയുന്നത്. മുറിവേറ്റാൽ രക്തസ്രാവം നിലയ്ക്കാത്ത ഹീമോഫീലിയ രോഗബാധിതനാണ് മാധവ്. ചികിത്സയുടെ ഭാഗമായ കുത്തിവയ്പ്പിനായി ആഴ്ചയിൽ 2 പ്രവൃത്തി ദിനങ്ങൾ ആലുവയിലെ ആശുപത്രിയിൽ പോകണം. ശനിയാഴ്ച കൂടി കുത്തിവയ്പ്പുള്ളതിനാൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായ അച്ഛൻ പ്രവീണിന് 3 ദിവസം ജോലി നഷ്ടപ്പെടും. ഏതു സമയവും ആന്തരികവും ബാഹ്യവുമായ മുറിവേൽക്കാൻ സാധ്യതയുള്ളവരാണ് ഹീമോഫീലിയ രോഗികൾ. കൃത്യസമയത്ത് കുത്തിവെച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 2-3 ഡോസ് കുത്തിവയ്പ് രോഗികൾക്ക് കൊടുത്തുവിട്ടിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിയാൽ മാത്രം കുത്തിവയ്പ്പെന്ന പുതിയ രീതിയാണ് തിരിച്ചടിയാവുന്നത്. നേരത്തെ കാരുണ്യയുടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ തരുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മരുന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫൈലാക്സിസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകണം. തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ ESI മുഖേനയും മരുന്ന് നൽകുന്നതിന് വ്യവസ്ഥകളുണ്ട്. എന്നാൽ ചിലവേറിയതെന്ന പേരിൽ ESIയും മരുന്ന് നിഷേധിക്കുന്നതായി പ്രവീൺ പറയുന്നു. എന്താണ് എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് അറിയില്ല. ആരെ വിളിച്ചു കഴിഞ്ഞാലും അവർ ശരിയാക്കിയിട്ടുണ്ട്, റെഡിയാക്കി തരാം എന്ന് പറഞ്ഞത്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ കണ്ടത് മാക്സിമം ഒരു 15-20 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടാണ് മറ്റുള്ള പിള്ളേർക്ക് മരുന്ന് കിട്ടിയേക്കുന്നത്. രോഗികൾ മരുന്ന് ദുരുപയോഗം ചെയ്യുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കുത്തിവയ്പ് കൊടുത്തുവിടുന്നത് നിർത്തലാക്കിയത്. എന്നാൽ എലിയെ പേടിച്ച് ഇല്ലം ചുട്ട സർക്കാർ നടപടി മാധവിനെ പോലെയുള്ള നിരവധി പേരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. BJP കേരളത്തിലും സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന അതിരുകവിഞ്ഞ മോഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അതിന് കാരണക്കാർ ആരാണെന്നും ബോധ്യമുള്ളവരാണ് ഈ നാട്ടുകാർ. സംഘപരിവാറിൽ നിന്നും കൊടിയ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് BJP അനുകൂല നിലപാടിൽ എത്താൻ കഴിയില്ല. വർഗീയ ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് ഈ നാട് എക്കാലത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ കേരള മാതൃക രാജ്യത്താകെ വേരുറപ്പിക്കുന്ന നാളുകളാണ് വരാനുള്ളതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മേഘാലയ മുഖ്യമന്ത്രിയായി കോൺറാഡ് സാങ്മ 7-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ഫഗു ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തി. NPP നേതാവും മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാങ്മ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. 60-അംഗ സഭയിൽ 31 MLA-മാരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 26 അംഗങ്ങളുള്ള NPP-യാണ് വലിയ ഒറ്റകക്ഷി. 2 അംഗങ്ങളുള്ള BJP-യും 1 സ്വതന്ത്രനും NPP-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ചെറുപാർട്ടികളെ കൂടി ഒപ്പം നിർത്താനാണ് NPP-യുടെ ശ്രമം. ത്രിപുരയിൽ മുഖ്യമന്ത്രി മണിക് സാഹയ്ക്ക് പുറമെ കേന്ദ്രമന്ത്രി പ്രതിമ ഭൗമികിനെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ BJP MLA-യുടെ മകൻ അറസ്റ്റിൽ. ചന്നാഗിരി മണ്ഡലത്തിലെ MLA കെ മടൽ
വിരൂപാക്ഷപ്രിയയുടെ മകൻ പ്രശാന്താണ് 40 ലക്ഷം രൂപയുമായി ലോകായുക്ത ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് മുൻകൂറായി 40 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് പ്രശാന്ത് പിടിയിലായത്. IAS ഓഫീസർ കൂടിയാണ് പ്രശാന്ത് കുമാർ. ഇൻഡോർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. 76 റൺസ് വിജയലക്ഷ്യം, 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. റണ്ണൊന്നും എടുക്കാതെ ഉസ്മാൻ ഖവാജിയാണ് പുറത്തായത്. ജയത്തോടെ ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഉറപ്പാക്കി. അഹമ്മദാബാദിൽ നടക്കുന്ന അടുത്ത മത്സരം ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ കഴിയൂ. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 2 ഇന്നിംഗ്സുകളിലായി 11 വിക്കറ്റ് വീഴ്ത്തിയ നഥാൻ ലിയോണാണ് മാൻ ഓഫ് ദ മാച്ച്.